കഴിഞ്ഞ ദിവസം മുൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ വലിയ ഒരു ആക്ഷേപം താങ്കൾക്കെതിരെ ഉന്നയിച്ചിരുന്നു. അത് താങ്കളുടെ സ്വന്തം പഞ്ചായത്തായ മുണ്ടേരി പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് അവിടെ ആ പഞ്ചായത്തിൽ വീണ്ടും വനിതാ പ്രസിഡന്റായി വരാൻ താങ്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ തന്നെ ഇടപെട്ട് അവിടെ താങ്കളുടെ ബന്ധുവിനെ പ്രസിഡന്റാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഒരു അട്ടിമറി നടത്തി. താങ്കളുടെ ഡിവിഷനിൽ വലിയ രീതിയിൽ അതിനെതിരായ വികാരമുണ്ടായി. സഖാക്കൾ തന്നെ പരാജയപ്പെടുത്തി. ഇത്തരത്തിലുള്ള ഒരു ആരോപണം മുൻ മേയറുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ മറുപടി അർഹിക്കാത്ത ഒരാരോപണമാണ്. ഇതിൽ ഈ കണ്ണൂർ ജില്ലയിൽ ഒരു പഞ്ചായത്തിൽ മാത്രമല്ല തുടർച്ചയായി വനിത പ്രസിഡന്റായിട്ട് വരുന്നത്. ഇപ്പോഴാദ്യമായിട്ടുമല്ല. എങ്ങനെയാണ് ഈ പ്രസിഡന്റുമാരെ നിശ്ചയിക്കുന്നത് എന്ന് ആദ്യം ഈ മുൻ മേയർ മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം, ഇത് എനിക്കെതിരായിട്ടുള്ള ആക്ഷേപമല്ല, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ടുള്ള ആക്ഷേപമാണ്. ഈ ആക്ഷേപത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൗരവത്തിലെടുക്കണം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ ആക്ഷേപം ഉന്നയിച്ച ആൾക്കെതിരായിട്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൊള്ളണം. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ ആരെങ്കിലും സ്വാധീനിക്കാൻ വേണ്ടി പുറപ്പെടുമ്പോൾ സ്വാധീനത്തിന് വിധേയപ്പെടുന്ന സംഭവമാണ് എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഈ വനിതാ പ്രസിഡന്റുമാരെ 50% വനിതാ സംവരണം. ആ വനിതാ സംവരണം വരുന്ന സമയത്ത് വനിതാ പ്രസിഡന്റുമാരെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? നമ്മൾ സാധാരണ നിലയിൽ ചിന്തിക്കുക, ഇപ്പോഴ് വനിതയല്ലാത്ത സ്ഥലങ്ങൾ ജനറലാകും, ജനറലായ സ്ഥലങ്ങൾ വനിതാ പ്രസിഡന്റുമാരാകും. ഇങ്ങനെയാണ് സാധാരണ നിലയിൽ വരിക. പക്ഷെ അവിടെ ഒരു എക്സംഷൻ വരും. അതാണ് ഈ മുൻമേയർക്ക് മനസ്സിലാവാത്തത്. തെരഞ്ഞെടുപ്പിൽ എന്താണ് നടക്കുന്നതെന്ന് എങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. എന്താ എക്സംഷൻ? നമ്മുടെ കേരളത്തിൽ ഒട്ടുമിക്കവാറും സ്ഥലങ്ങളിൽ, ജില്ലകളിൽ വനിതാ പ്രസിഡന്റുമാർ 50% മേലെ. കാരണം 50%, മിനിമം 50% വേണം, റിസർവേഷനാണ്. പക്ഷെ ചിലയിടങ്ങളിൽ ജനറൽ ആയിരിക്കും സീറ്റ് ഉണ്ടാവുക, അല്ലെ സ്ഥാനം ജനറൽ ആയിരിക്കും. പക്ഷെ അവിടെ മത്സരിപ്പിച്ചത് വനിതയായിരിക്കും. അപ്പം നിലവിൽ വനിതയായിരിക്കും. 50%-ലേറെയാണ് മിക്കവാറും വനിതകൾ ഉണ്ടാവുക. അപ്പം നിങ്ങൾ സീറ്റിൻ്റെ എണ്ണം നോക്കൂ. 50%-ലേറെയാണ് ഏറെ സ്ത്രീകൾ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. 50%-ലേറെ സ്ഥാനങ്ങളിൽ സ്ത്രീകളുണ്ട്. നിങ്ങൾ നോക്കൂ. അപ്പോൾ ഇതിൻ്റെ മുന്നിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിക്കുന്ന സമയത്ത് സ്ഥാനങ്ങൾ നിശ്ചയിക്കുമ്പോൾ ബാക്കി 51-52% സ്ഥാനങ്ങളിൽ വനിതകൾ ഉണ്ടാകുമ്പോൾ 50% സംവരണം കൊടുക്കുമ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? 49-48% ഉണ്ടാവും. അപ്പോൾ ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി ഒരു മാനദണ്ഡം എടുക്കും. ആ മാനദണ്ഡത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ചില തദ്ദേശ സ്ഥാപനങ്ങൾ തുടർച്ചയായി വനിതകൾ വരുന്നത്. ഇത് മനസ്സിലാക്കുക എന്നുള്ളത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്താണെന്ന് നോക്കുന്ന ഏതൊരാളും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം ഞാൻ ആവശ്യപ്പെടുകയാണ്, ഏത് തദ്ദേശ സ്ഥാപനമായാലും, ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും എൻ്റെ പഞ്ചായത്ത് ഉൾപ്പെടെ വനിതാ സംവരണമാകുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ വനിതാ സംവരണമാണ് വേണ്ടത്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അധിക്ഷേപിക്കലാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ സ്വാധീനത്തിന് വിധേയപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണോ? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജില്ലാതലത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണല്ലോ ജില്ലാ കലക്ടർ. അദ്ദേഹം വ്യക്തമാക്കട്ടെ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കട്ടെ. അവർക്കെതിരായിട്ടാണല്ലോ ഈ അധിക്ഷേപം വന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യമായിട്ടുള്ള നടപടി ഇങ്ങനെ അധിക്ഷേപം നടത്തിയ ആൾക്കെതിരായി എടുക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഞാൻ ജീവിക്കുന്ന പ്രദേശം
മതന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇടകലർന്ന് ഇടപഴകി ജീവിക്കുന്ന ഒരു പ്രദേശമാണ് ഞാൻ ജീവിക്കുന്ന പ്രദേശം. ആ പ്രദേശത്ത് എത്രയോ കാലമായി ഇടതുപക്ഷമാണ് ജയിക്കാറുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇടതുപക്ഷമാണ് ജയിക്കാറുള്ളത്. പക്ഷെ വ്യത്യസ്ത തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അവിടെയുള്ള എല്ലാ ജനവിഭാഗങ്ങളും അതിന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്ക് ഒരു കൃത്യമായിട്ടുള്ള സ്വാധീനമുള്ള ഒരു കേന്ദ്രമാണ് എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. വ്യത്യസ്ത തെരഞ്ഞെടുപ്പിലും വ്യത്യസ്തമായ സമീപനം സ്വീകരിക്കുന്ന ജനങ്ങളാണ് ഞാൻ ജീവിക്കുന്ന പ്രദേശത്തെ 9ാം വാർഡിലുള്ളത്. അവിടെ ഉള്ളൊരു പ്രത്യേകത, ഇപ്പോൾ ഓണം ഉണ്ടാകും. ഓണത്തിൻ്റെ സമയത്ത് ഹൈന്ദവ വീടുകളിൽ പലയിടങ്ങളിലും ഇസ്ലാം മതവിശ്വാസികളായ സഹോദരങ്ങളെ ക്ഷണിക്കും. എന്നിട്ട് ഓണം ഉണ്ണാൻ വേണ്ടി ക്ഷണിക്കും. അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ സമയത്ത് ഹൈന്ദവ വിശ്വാസികളായ അല്ലെങ്കിൽ ഹിന്ദുക്കളായി ജന്മം കൊണ്ടിട്ടുള്ള ആളുകൾ അവരെ ഇസ്ലാം മതവിശ്വാസികളും ഈ പെരുന്നാളിനും മറ്റും വീട്ടിലേക്ക് ക്ഷണിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണമൊക്കെ കൈമാറി സുഖദുഃഖങ്ങളിൽ പങ്കാളികളായി വിവാഹത്തിലും മരണത്തിലും ഉത്സവത്തിലും ആഘോഷത്തിലും എല്ലാം പങ്കാളികളായി വളരെ വളരെ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു മാതൃകാ പ്രദേശമാണ് എൻ്റെ നാട് എന്ന് അഭിമാനത്തോടെ ഞാൻ പറയാം. പക്ഷേ ആ പ്രദേശത്ത് ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൽ സമാനതകളില്ലാത്ത, നാളിതുവരെ കാണാത്ത അതിനീചമായ വർഗീയ പ്രചരണമാണ് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും നടത്തിയത്. ഒരു ലീഗിൻ്റെ നേതാവ് എടയന്നൂരിൽ വെച്ച് ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയാണ്. ജില്ലാ സെക്രട്ടറിയുടെ നാട്ടിൽ CPM-കാർ വീട്ടിൽ പോയി ലീഗുകാരനായ മുസ്ലിമിന് വോട്ട് ചെയ്യരുത്, അവൻ മുസ്ലിമാണ്, അതുകൊണ്ട് വോട്ട് ചെയ്യരുത് എന്ന് CPM-കാർ പറയുകയാണ് എന്ന് പറഞ്ഞ് പ്രസംഗിക്കുകയാണ്. അയാളുടെ പ്രസംഗം വേണമെങ്കിൽ ഇങ്ങനെ ഇപ്പം കേൾപ്പിച്ചു തരാം. അയാൾ പറയുന്നത്, ഞാൻ അവിടെ കാഞ്ഞിരോട് പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഒരു UDF-ൻ്റെ പ്രവർത്തകൻ വന്ന് എന്നോട് ചെവിയിൽ പറയാണ്. ഇയാൾ പരിപാടിയിൽ പ്രസംഗിക്കുന്ന സമയത്ത്, ഇതാ ഇവിടെ CPM-കാർ ഇങ്ങനെ മതം പറഞ്ഞിട്ടാണ് വോട്ട് ചോദിക്കുന്നത്. ജില്ലാ സെക്രട്ടറി നാട്ടിൽ മാത്രമല്ല, മറ്റ് പലയിടങ്ങളിലും ഇതുപോലെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അയാൾ 2-3 സ്ഥലങ്ങളുടെ പേര് എടുത്തു പറയാണ്. രണ്ടാമതായി അയാൾ പറഞ്ഞ സ്ഥലം തില്ലങ്കേരിയാണ്. തില്ലങ്കേരിയിലും ഇതുപോലെ പ്രസംഗിക്കുന്ന സമയത്ത് ഒരാൾ എന്നോട് ചെവിയിൽ വന്നിട്ട് ഇങ്ങനെ പറയാണ്, എടയന്നൂരും ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇയാൾ പ്രസംഗിക്കാൻ വേണ്ടി പോകുന്ന സ്ഥലത്ത് പ്രസംഗം തുടങ്ങുന്ന സമയത്തൊക്കെ ഒരാൾ വന്ന് ചെവിയിൽ വന്നിട്ട് ഇയാളോട് പറയാണ്. വേറെ ആരോടും പറയുന്നില്ല. ഇയാൾ എവിടെ പോയിട്ട് പ്രസംഗിക്കുമ്പോഴും അയാളോട് ചെവിയിൽ പോയിട്ട് പറയാണ്, ഇങ്ങനെ ഇവിടെ മതം പറഞ്ഞിട്ടാണ് വോട്ട് ചോദിക്കുന്നത് CPM-കാർ. എന്താ ഉദ്ദേശം എന്നറിയും? ഇങ്ങനെ ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗത്തിൻ്റെ വീഡിയോ എടുത്ത് വീടുകളിൽ മുഴുവൻ പ്രചരിപ്പിക്കുകയാണ്. മുസ്ലിം വീടുകളിൽ മുഴുവൻ കാണിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇതാ ഇവിടെ CPM-കാർ മതം പറഞ്ഞിട്ടാണ് വോട്ട് ചോദിക്കുന്നത്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അങ്ങനെ ഒരു സംഭവം ചെയ്യാനും കഴിയില്ല. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഞാൻ പറഞ്ഞ എൻ്റെ പ്രദേശം ഏതാണ്ട് 10-30% മാത്രമേ ഹൈന്ദവ വിശ്വാസികളുള്ളൂ. 70% ഇസ്ലാം മത വിശ്വാസികളാണ്. ആ ഇസ്ലാം മത വിശ്വാസികൾ വോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇടതുപക്ഷം അവിടെ ജയിക്കുന്നത്. അവിടെ പോയിട്ടാണ് ഇത് 70% ഇസ്ലാം മത വിശ്വാസികളുള്ള വീടുകളിൽ പോയിട്ട് മത്സരിക്കുന്നയാള് ഇസ്ലാമാണ്, അതുകൊണ്ട് അയാൾക്ക് വോട്ട് ചെയ്യരുത് എന്ന് എൻ്റെ വാർഡിലുള്ളവർ പ്രചരിപ്പിച്ചു എന്ന് പെരുന്നാണ പ്രചരിപ്പിക്കുക. വർഗീയ വിഭജനം. മറ്റൊന്നുകൂടി ഞാൻ പറയാണ്, അവിടെ LDF-ൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ടി.ഒ. മോഹനൻ പറയുന്ന സമയത്ത് എൻ്റെ അനിയൻ്റെ ഭാര്യ എന്നൊക്കെയാണ് പറഞ്ഞത്. അവിടെയുള്ള അഞ്ചരക്കണ്ടി പ്രദേശത്തുള്ള
ഒരു പ്രധാനപ്പെട്ട പാർട്ടി നേതാവ് ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെ ഭാര്യയാണ് പറയണമെങ്കിൽ ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെ ഭാര്യയാണ്, അല്ല ആളെ വ്യക്തിപരമായിട്ടാണല്ലോ പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിലവിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് അയാളെ ആരെങ്കിലും ഭാര്യയായിട്ട് പറഞ്ഞത് തന്നെ ഈ മനുഷ്യൻ്റെ ഒരു പാട്രിയാർക്കിക്കൽ അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധ മനോഭാവം എത്രമാത്രം ഭീകരതയാണ് എന്ന് തെളിയിക്കുന്ന ഒരു കാര്യമാണ്. ആരെങ്കിലും ഭാര്യ എന്നല്ല പറയേണ്ടത്. ചുരുങ്ങിയ പക്ഷം നിലവിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് എന്നെങ്കിലും അയാൾക്ക് പറയാമായിരുന്നു. നിലവിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റാണ് അവിടെ മത്സരിച്ചത്. ആ പഞ്ചായത്ത് പ്രസിഡന്റ് മത്സരിച്ചപ്പോൾ വീടുകളിൽ ലീഗുകാർ നടത്തിയ പ്രസംഗം എന്താണെന്നറിയും, പ്രചരണം എന്താണെന്നറിയും, അതിൻ്റെയും ഓഡിയോ ക്ലിപ്പുണ്ട്. അതായത് അനിഷ എന്നാണ് പ്രസിഡന്റിൻ്റെ പേര്. അനിഷ മുസ്ലിം വീടുകളിൽ പോയി വീട്ടിനകത്ത് കയറി മുസ്ലിം സ്ത്രീകളെ വശീകരിക്കുന്നു, എന്നിട്ട് വർഗീയമായും വംശീയമായും അവരിൽ ചേരിതിരിവുണ്ടാക്കുന്നു, എന്നിട്ട് അവരെ വശീകരിച്ചിട്ടാണ് വോട്ട് പിടിക്കുന്നത്. ഉപയോഗിച്ച വാക്കാണ്. ഞാൻ വേണമെങ്കിൽ ഇപ്പം അതിൻ്റെ ഓഡിയോ ക്ലിപ്പിംഗ് കേൾപ്പിച്ചു തരാം. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ വളരെ കൃത്യമായ വർഗീയ പ്രചരണമാണ് എൻ്റെ നാട്ടിൽ മുസ്ലിം ലീഗുകാർ നടത്തിയത്. മുമ്പ് ഒരിക്കലും കാണുന്നതല്ല അത്. അപ്പോൾ ലീഗ് ജമാഅത്തെ ഇസ്ലാമിയും SDPI ചേർന്നതോടുകൂടി വർഗീയ പ്രചരണം നടത്തുന്ന ഒരു സംഘടനയായി മുസ്ലിം ലീഗ് അധപ്പതിച്ചിരിക്കുന്നു. അതാണ് എൻ്റെ നാടിൻ്റെ കണ്ണൂർ ജില്ലയുടെ അനുഭവം വെച്ചിട്ട് പറയാൻ വേണ്ടി കഴിയും. അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ പ്രചരണമാണ്. അവിടെ LDFൻ്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ വേണ്ടി വർഗീയ ചേരിതിരിവ്, അങ്ങേയറ്റ സാഹോദര്യത്തോടെ ജീവിച്ചിരുന്ന, സ്നേഹാദരങ്ങളോടെ പരസ്പര ബഹുമാനത്തോടെ ജീവിച്ചിരുന്ന മനുഷ്യരിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കിയിട്ടാണ് അവിടെ മുസ്ലിം ലീഗ് UDF ജയിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ആ പ്രസിഡന്റ് ആയി വീണ്ടും അവരെ തന്നെ വെക്കാൻ കാരണം ഈ മുണ്ടേരി സ്കൂളിൽ വലിയ തോതിലുള്ള അഴിമതി നടത്തുന്നു, ഈ CSR ഫണ്ടിന്റെ പേരിൽ കോടികൾ കൊണ്ടുപോകുന്നു, അതിനൊക്കെ ഒരു മറയിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവരെ തന്നെ വീണ്ടും പ്രസിഡന്റ് ആക്കാൻ വേണ്ടിയാണ് ഈ നാടകങ്ങളൊക്കെ കളിച്ചതെന്നാണ് പറയുന്നത്. അതിലെ ഈ സ്വന്തം ശീലം മറ്റുള്ളവരുടെ മേലെ കെട്ടിവെക്കണ്ട. അമ്മാതിരി ശീലമുള്ള ആളുകൾ ഈ നമ്മൾ സാധാരണ പറയില്ലേ, ഈ ചിലരെങ്ങനെയാണല്ലോ, ചിലരുടെ ശീലം എന്താണെന്ന് വെച്ചാൽ അവരവരെങ്ങനെയാണ് ഉള്ളത് അതുപോലെയാണ് മറ്റുള്ളവരും ഉണ്ടാവുക എന്നാണ് ചിന്തിക്കുന്നത്. ആരൊക്കെ എന്തൊക്കെ ഉണ്ടാക്കി എന്നുള്ളതൊക്കെ പിന്നീട് പുറത്തു വരും. ഞാനിപ്പോൾ അതിൻ്റെ മേലെ ഒന്നും പറയുന്നില്ല. കണ്ണൂർ കോർപ്പറേഷനിൽ മുൻ മേയറും അതിൻ്റെ മുമ്പത്തെ മേയറും എല്ലാം എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് എന്നുള്ളത് ബന്ധപ്പെട്ട രണ്ടുപേരോടും ഞാൻ പറയുകയാണ്, അവസാനിച്ചു എന്ന് കരുതണ്ട. എല്ലാ കാര്യങ്ങളും പുറത്തു വരും. തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ കോർപ്പറേഷൻ ഉൾപ്പെടെ ഞങ്ങൾക്ക് ഉദ്ദേശിച്ച വിജയം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉത്തരവാദിത്തോടു കൂടി പറഞ്ഞാണ്. ആ പറഞ്ഞതിനെല്ലാം കൃത്യമായ തെളിവുകളുണ്ട്. ആ തെളിവുകളൊക്കെ പുറത്തു വരും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞതുകൊണ്ട് എന്നാൽ പിന്നെ തിരിച്ചൊന്ന് കൊടുത്ത് കളയാം എന്ന നിലയിൽ പറഞ്ഞാൽ അതിനൊന്നും ആരും ഒരു വിലയും വെക്കുന്നില്ല, ഒരു മറുപടി അറിയിക്കുന്നില്ല. പിന്നെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളോട് എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. വായിൽ തോന്നിയത് കോതക്ക് പാട്ടാക്കുന്ന ആളോട് എന്തെങ്കിലും പറയേണ്ട ഒരു ആവശ്യം എനിക്കില്ല. നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഒരു ദിവസം മുണ്ടേരി സ്കൂളിൽ സന്ദർശിക്കണം. ഞാനും കൂടി അവിടെ ഉണ്ടാകും. അവിടെയുള്ള പ്രോജക്റ്റുകൾ ഓരോന്നും നിങ്ങൾ കാണണം. നോക്കിയിട്ട് അതിൻ്റെ വരവ് ചെലവ് കണക്ക് എന്താണ് എന്ന് ബന്ധപ്പെട്ടവരോട് നിങ്ങൾ ചോദിക്കണം. കാരണം ഞാനല്ലാതെ കൈകാര്യം ചെയ്യുന്നു. ബന്ധപ്പെട്ടവരോട് നിങ്ങൾ ചോദിക്കണം. അതൊക്കെ അവിടെ പരസ്യമായി ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ആർക്ക് വേണമെങ്കിലും അതൊക്കെ പരിശോധിക്കാം. അവിടെ ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പിന്നെ മുണ്ടേരി ഹൈസ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രോജക്റ്റുകളൊക്കെ നടത്തുന്നത് CSR ഫണ്ടിലൂടെ ഫണ്ട് കണ്ടെത്തുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ള ഉത്തരവാദിത്വം. ആ പ്രോജക്റ്റൊക്കെ നടത്തുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്താണ്.
അതിൻ്റെ എഞ്ചിനീയറിംഗ് ഡിവിഷനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഈ കോർപ്പറേഷൻ ഭരണം ഉപയോഗിച്ചുകൊണ്ട് അഴിമതി നടത്തിയ സ്വന്തം അനുഭവത്തിൽ നിന്ന് മറ്റുള്ളവരും അങ്ങനെയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ആക്ഷേപങ്ങൾ ഉന്നയിക്കേണ്ട. നിങ്ങളെപ്പോലെയല്ല മറ്റുള്ളവർ. ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർ നിങ്ങളെപ്പോലെയല്ല. നിങ്ങൾ അഴിമതി നടത്താൻ വേണ്ടിയാണ് പദ്ധതി തയ്യാറാക്കുന്നത്, നടപ്പിലാക്കുന്നത്. ഞങ്ങൾ നാടിൻ്റെ നന്മക്ക് വേണ്ടി, നാടിൻ്റെ വികസനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. അത് നിങ്ങൾ കണ്ണൂർ കോർപ്പറേഷൻ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയും നിങ്ങൾ ഈ പറഞ്ഞ മുണ്ടേരി ഹൈസ്കൂൾ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയും പരസ്പരം ഒന്ന് നോക്കിയാൽ മതി. നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും.